ഇന്നലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ കൽപ്പറ്റയിൽ ഒരു ചരിത്രം രചിക്കുകയായിരുന്നു രാജ്യത്തെ ആദ്യത്തെ പണിജ്യ സമുദായത്തിൽപ്പെട്ട ചെയർപേഴ്സൺ പി വിശ്വനാഥൻ. സത്യത്തിൽ ഇങ്ങനെ ഒരു അംഗീകാരം പ്രതീക്ഷിച്ചിരുന്നു? ഇത് ശരിക്കും ആദിവാസി ജനവിഭാഗത്തിന് മാറ്റിവെച്ച ഒരു കാറ്റഗറിയാണ്. ഏതൊരു പഞ്ചായത്തിനകത്താണെങ്കിലും ഒരു ST വിഭാഗത്തിന് ഏതെങ്കിലും ഒരു വർഷകാലത്ത് ഒരു സീറ്റ് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ അത് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഒരാളായി മാറുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകവും അല്ലെങ്കിൽ പ്രത്യേകതയും. അത് ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. ഒരു ചരിത്ര താളുകളിലേക്ക് ആദ്യം പേര് കുറിക്കപ്പെടുന്നത് നമുക്കറിയാം, ഗിന്നസ് ബുക്കിലൊക്കെ പേര് വരുന്നതിന് തുല്യമാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കൽപ്പറ്റയ്ക്ക് അപ്പുറത്തേക്ക് ഇത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും? ആദ്യം കൽപ്പറ്റയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. കാരണം കൽപ്പറ്റ ചെയർമാൻ എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചെടുത്തും അങ്ങോട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അവരെ അറിയിച്ചും എങ്ങനെയൊക്കെ ആയിരിക്കണം ഓരോ പഞ്ചായത്തിനകത്തും നമുക്ക് ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകാൻ, അതിന് രാഷ്ട്രീയ ജാതി മത അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണ് എൻ്റെ ഉദ്ദേശം. ഒരു വലിയ രീതിയിൽ കലാകാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തുടി, പാട്ട് പോലുള്ള കാര്യങ്ങളിലൊക്കെ. തുടി എന്ന് പറയുന്നത് എൻ്റെ ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പാരമ്പര്യമായിട്ട് വന്നത്. ഈ ആദിവാസി ജനവിഭാഗത്തിന് തുടിയെ അല്ലെങ്കിൽ വട്ടക്കളിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല, അത് ജന്മവാസനയാണ്. ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാം. കാട്ടുപൂ പറിപ്പാ കാട്ടിൽ പോയവളു, കാറ്റാടി മരവും കണ്ടു കൊതിച്ചവളു. കാട്ടുപൂ പറിപ്പാ കാട്ടിൽ പോയവളു, കാറ്റാടി മരവും കണ്ടു കൊതിച്ചവളു. നേരം കാലം നോക്കറെ ഈറുമുട്ടി പോയവളു, നേരം കാലം നോക്കറെ ഈറുമുട്ടി പോയവളു. വെപ്പില കുത്തി കഞ്ഞി കൂടിപ്പാ അപ്പനമ്മയും വന്നാക്ക, കുറിഞ്ഞി പൂച്ചോള കിരഞ്ചു കിരഞ്ചു പീരനാമേലയും വന്നുള്ള. ഇന്നലെ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം എത്ര ഫോൺ വന്നിട്ടുണ്ടാവും? അത് എന്നെ തീരൂല. കാരണം ഞാൻ രാത്രി 11 മണി വരെ മിസ് കോളിന് തിരിച്ചു വിളിക്കുകയായിരുന്നു. രാത്രി 1:30-2 മണി വരെ വാട്സപ്പിൽ തിരിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അഭിനന്ദനങ്ങളും നല്ല നിർദ്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ്. ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ പൊതുസമൂഹം നിങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു ആദരവ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും. അതെ, തീർച്ചയായും. താങ്ക് യു വെരി മച്ച്. ഓക്കെ.